നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി കേരള സർക്കാരിനൊപ്പം കൊട്ടാരക്കര നഗരസഭയും ഒട്ടനവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് വഴി അവർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകുന്നു. മുച്ചക്രവാഹനം, പഠിക്കുന്ന എല്ലാ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ്, അവരുടെ മാനസികാരോഗ്യത്തിനായി ഉല്ലാസയാത്ര, അങ്ങനെ നിരവധി പദ്ധതികളാണ് നഗരസഭ നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ കലാകായിക വാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നാടിന്റെ മുഖ്യധാരയിലേക്ക് അവരെ ആനയിക്കുന്നതിനും വേണ്ടി നഗരസഭയുടെ ഈ വർഷത്തെ ഭിന്നശേഷി കലോത്സവം ഉണർവ് ഇന്ന് രാവിലെ 9 മണി മുതൽ ധന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. പ്രസ്തുത പരിപാടി ഗാന്ധി ഭവൻ സെക്രട്ടറിയും സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗവുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം നിർവഹിക്കുകയും കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ SR രമേശ് അധ്യക്ഷസ്ഥാനം വഹിക്കുകയും ചെയ്തു. നമ്മുടെ ഈ മക്കളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു നഗരസഭയാണ് കൊട്ടാരക്കര നഗരസഭ. എന്ന് വെച്ചാൽ നമുക്ക് പല പല പദ്ധതികൾ അവർക്ക് വേണ്ടി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം ഏറെ ബഹുമാന്യമായ സോമരാജ്, നമ്മുടെ ഈ വേദിയിലുള്ള നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൗൺസിലർമാർ, അതുപോലെ നമ്മുടെ BRP ICS സൂപ്പർവൈസർ അംഗൻവാടി ടീച്ചേഴ്സ് ഏറെ പ്രിയങ്കരായ ഈ പരിപാടി പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നഗരസഭയ്ക്ക് വേണ്ടി ആശംസ അറിയിക്കുകയും മറ്റൊരു കാര്യം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. കഴിഞ്ഞ 24-ാം തീയതി ഇവിടെ ചേർന്ന വാർഡ്സഭ, ഭിന്നശേഷി പ്രധാനപ്പെട്ട വാർഡ്സഭ, ആ സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ ഈ വർഷം പ്രോജക്റ്റ് ആക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊട്ടാരക്കരയിൽ ഒരു ബസ് സ്കൂൾ ആരംഭിക്കുന്നതിനാവശ്യമായുള്ള തീരുമാനം നഗരസഭ എടുക്കുകയും അതിനാവശ്യ ഫണ്ട് നീക്കിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷം ബസ് സ്കൂൾ കൊട്ടാരക്കരയിൽ ആരംഭിക്കുമെന്ന് നഗരസഭയ്ക്ക് വേണ്ടി ഉറപ്പ് തന്നുകൊണ്ട് ഈ കലാപരിപാടി, ഈ കലോത്സവം, ഭിന്നശേഷിക്കാരുടെ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനും മാതൃകീയമായ സോമരാജ് സാറിനെ വെച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ, അവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുന്ന അമ്മമാർ, യഥാർത്ഥത്തിൽ എല്ലാ അംഗീകാരങ്ങൾക്കും ആദരവുകൾക്കും സഹനത്തിനും ഒക്കെയുള്ള അംഗീകാരം ലഭിക്കുന്ന ഈ അമ്മമാർക്കാണ്. ഞാനും ഭിന്നശേഷിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ഗാന്ധി ഭവനിൽ ഭിന്നശേഷി കുട്ടികളുടെ ഒരു സ്കൂൾ കഴിഞ്ഞ 19 വർഷമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. 190 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഏതാണ്ട് 150ഓളം പേർ ഭിന്നശേഷിയുള്ളവർ, അത് പ്രായമായവരും അല്ലാത്തവരും ഗാന്ധി ഭവനിൽ ആരും പോലും ഇല്ലാത്തവരെ വസിക്കുന്നു. അവരുടെ ഇടയിൽ താമസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളോടൊപ്പം ചേർന്നിരിക്കുന്ന അനുഭവമാണ് എനിക്ക് ലഭിക്കുന്നത്. അവരോടൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ തലോടുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ അവർ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന അവാച്യമായ പറഞ്ഞറിയിക്കാനാകാത്ത ഒരനുഭവം, അത് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ അനുഭവം ഓരോ ദിവസവും അനുഭവിക്കുന്ന ആളാണ് ഈ കുഞ്ഞുങ്ങൾ. യഥാർത്ഥത്തിൽ ഇതിന് ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായി ചെയ്യാനുള്ളത്. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ സോമരാജൻ സാർ, വേദിയുടെ സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സോമരാജൻ സാറിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും 1-2 അവാർഡുകൾ മാത്രം ഞാൻ പറയുകയാണ്. ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും രാജ്യത്തെ ഏറ്റവും മികച്ച വയോജന പരിപാലനത്തിനുള്ള 2019 വയോശ്രേഷ്ഠ സമ്മാൻ, മികച്ച വയോജന ക്ഷേമ സംരക്ഷണത്തിനുള്ള കേരള സർക്കാരിന്റെ 2022 വയോസേവ അവാർഡ്, ഭിന്നശേഷിയുള്ളവരെ പരിപാലിക്കുന്നതിനുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനത്തിനുള്ള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ അവാർഡ്, അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ വ്യക്തി എന്ന നിലയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും സോമരാജൻ സാർ ഇടം പിടിച്ചിട്ടുണ്ട്.
ചന്ദ്രികേ സ്വർണ്ണമണിമേഘമേ ഹൃദയരാഗനൂലു പകരാമോ പ്രണയമധുരം അവൾക്കാൽ പകർന്നു തരുമോ കഴിമിരിക്കുരുവിയെ കണ്ടില്ല ചിലമഴ ചിലമ്പുല് കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല കാവ്യം കണ്ടില്ല പൂരം കണ്ടില്ല കാവ്യം കൈകൊട്ടും മേളം കണ്ടില്ല ചെറുകൊടിഞ്ഞൊളികളാണ് നാം വഴിവിളക്ക് കണ്ട ചിമ്മി വരിയിലെന്ത് നമ്മ പാടണം പേരഞ്ഞ വരിയിൽ നിന്ന് നാം കൊയ്ത്ത് പാട്ട് കേട്ട് പോണം എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചരൻ മുല്ലമുട്ടിലോറും അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായിക്കുന്നു വേടിക്കു വർണ്ണങ്ങൾ പൂവാർ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലുന്നു തെക്കുന്നു വീശുന്നു വായു ദിക്കറിയാതെ തേജസറിയാതെ ഇരുളിൽ ഉഴലുന്ന ഞങ്ങൾ ദിക്കറിയാതെ തേജസറിയാതെ ഇരുളിൽ ഉഴലുന്ന ഞങ്ങൾ അറിവിൻ്റെ ദീപം കാട്ടിനി ഞങ്ങളെ അറിവിൻ്റെ ദീപം കാട്ടിനി ഞങ്ങളെ തമസിൽ നിന്നുണർത്തു ദേവി തേലിയിലെ കാത്ത പോലെ ഓടിക്കു ഓട് താരത്തൊക്കു തേങ്ങില്ല ഓട് ഓട് ശിവനു സത്യു ചേന്ത മാത്തിട എടുക്ക് നിന്നാകുന്നു പോയിട്ടിട ദിക്കുന്നു താവുണ്ടടാ ചാലക്കൊടി ചന്തയ്ക്ക് പോകുമ്പോൾ കണ്ണടച്ചപ്പോഴാം മികാരി പെണ്ണിനെ കണ്ടേനാ മീനാൻ ചങ്ങലമെട്ടം അങ്ങോടെ പോയില്ല മീനാൻ ചങ്ങലമെട്ടം അങ്ങോടെ പോയില്ല അടുത്തതായി സുരേഷ് ഗോപി അടുത്തതായി വിജയ് സിനിമ തുടങ്ങുമ്പോൾ ആദ്യത്തെ പരസ്യം ശ്വാസകോശം കോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാൻ രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിൻ്റെ പുക വലിച്ചു കയറ്റാൻ ലെൻസ് ഉപയോഗിക്കുന്നു. അടുത്തതായി വെള്ളാപ്പള്ളി നടേശൻ. പിന്നെ ആയാണ് മനുഷ്യൻ. കണ്ടോ ഞങ്ങളുടെ കയ്യിലിരിക്കും മൂവർണ്ണക്കൊടികൾ സ്വാതന്ത്ര്യത്തിൻ പൂങ്കടി പൂശ്യ മൂവർണ്ണക്കൊടികൾ കൊടിയുടെ നീരെ ത്യാഗോചലനം കുങ്കുന്ന നിറമാണ് നടുവിൽ കണ്ണത് വിശുദ്ധി തന്നെ തൂവൻ നിറമാണ് അരിയിൽ കാണാം ഐശ്വര്യത്തിൽ അരുമാ പച്ച നിറം ഒത്ത നടുക്കാൽ അശോക ചക്രം അതീവ ഗംഭീരം തലനിവർത്തി നേരെ നിന്ന് നമുക്ക് കൊടിയെ വന്നിക്കാം പച്ചവെള്ള കുങ്കുമം 3 നിറങ്ങളുണ്ടല്ലോ നടുവിലായി കൊടിയിലൊരു നീല ചക്രമുണ്ടല്ലോ കാടും പുഴകളും തോടും മുടി കൂടും മലരണിക്കാടും നീല കളകൾ പാടും കാട്ടും ചോലയും മണി നേടും വെള്ളിയരിഞ്ഞാണ് പോലെ ചുറ്റും തുണി കളിക്കും
കൈതോല പായ വിരിച്ച് പായേലൊരു പറന്നില്ലു പൊലിച്ച് കാതുകുത്താനെ പകരും കാതുകുത്താനെ പകരും